സ്വർഗത്തിൽ നിന്ന് വന്ന മിന്നലേറ്റ് ശരീരം നഷ്ടപ്പെട്ട നേഷയുടെയും ആവോവിയുടെയും ശരീരം വീണ്ടെടുക്കാൻ വേണ്ടി തായ് ശ്രമിക്കുന്ന കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് നേഷ 2 മൂവി തുടങ്ങുന്നത്. അവർ മന്ത്രശക്തിയുള്ള താമര പറിച്ച് അതിന്റെ തണ്ട് മാത്രം എടുത്ത് പാകം ചെയ്ത് ജെല്ല് പോലെ ആക്കുന്നു. എന്നിട്ട് നേഷയുടെയും ആവോവിയുടെയും ആത്മാവിനോട് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറയുന്നു. അവർ ഉള്ളിൽ കയറിയതും ആ പന്നി വന്നിട്ട് കത്തി ഉപയോഗിച്ച് ആ ജെല്ലി ചെത്തി അവരുടെ ശരീരം ഉണ്ടാക്കുന്നു. എന്നാൽ ജെല്ലി ആയതുകൊണ്ട് തന്നെ അവർക്ക് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഈ സമയം നേഷയുടെ അച്ഛനും അമ്മയും വന്നിട്ട് നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എന്നാൽ അച്ഛൻ ഇതൊന്നും പോരാ, അവന് മസിൽ കൊടുക്ക്, സിക്സ് പാക്ക് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് നേഷയുടെ രൂപം മാറ്റുകയാണ്. എന്നാൽ നേഷ അതൊന്നും വേണ്ട, എന്റെ ഇഷ്ടത്തിന് ഞാൻ എന്റെ ബോഡി ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് ആ ജെല്ലിൽ എന്തൊക്കെയോ ചെയ്യുന്നു. ഈ സമയം തായ് എന്നാ നീ എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞ് ആവോബിനെ എടുത്ത് ഒരു മന്ദർ താമരയ്ക്കുള്ളിലാക്കുന്നു. അവരുടെ ജെല്ല് പോലുള്ള ശരീരം ശരിക്കും ഒരു മനുഷ്യന്റെ ശരീരം പോലെ ആക്കി എടുക്കാനാണ് തായ് അത് ചെയ്തത്. ഈ സമയം ഒരു കാവൽക്കാരൻ ഓടി വന്നിട്ട് ഷെൻകാൻഗോ നമ്മുടെ രാജ്യത്ത് കടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ സമയം നേഷ അവൻ സ്വയം ഉണ്ടാക്കി അവന്റെ ബോഡി കാണിക്കുന്നു. ഇതിലും നിന്റെ പഴയ ശരീരമായിരുന്നു. ശരിയാ, എനിക്ക് എന്റെ പഴയ ബോഡി തന്നെ ഉണ്ടാക്കിത്താ എന്ന് നേഷയും പറയുന്നു. നേഷയുടെ അച്ഛനും അമ്മയും ഷെന്നിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ ഷെന്നിനെ തടയാനായിട്ട് ഒരു പട തന്നെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തേക്ക് നീ ഒറ്റയ്ക്ക് വരും. നിക്ക്, അതിനാരാ പറഞ്ഞേ ഞാൻ ഒറ്റയ്ക്കാ വന്നേന്ന് എന്ന് പറഞ്ഞ് ഷെൻ കയ്യിൽ എന്തോ ഒരു സാധനം കാണിക്കുന്നു. ഇപ്പോൾ ഡ്രാഗൺ പാലസ് കാണിക്കുകയാണ്. അവിടെ ഡ്രാഗൺ കിങ് തന്റെ മകൻ മരിച്ചുപോയി എന്ന് കരുതി അവരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഡ്രാഗൺ കിങ്ങിന്റെ 3 സഹോദരങ്ങളിൽ ഒരാൾ വന്നിട്ട് ഇതുപയോഗിച്ച് പുറത്തൊരു പോർട്ടൽ ഉണ്ടാക്കിയാൽ അതുവഴി സുപ്രീം കോടതി പോലും അറിയാതെ നമുക്ക് പുറത്ത് കടക്കാൻ കഴിയും എന്ന് പറഞ്ഞ് എന്റെ കയ്യിലെ നഖം ഒടിച്ച് ഷെന്നിന് കൊടുക്കുകയാണ്. ഷെന്നും അത് മേടിച്ച് ഡ്രാഗൺ പാലസിന് പുറത്തേക്ക് വരുന്നു. ഈ സമയം തായി ശരീരം ഉണ്ടാക്കാൻ വേണ്ടി നേഷയും മന്ദര താമരയ്ക്കുള്ളിൽ വെക്കുന്നു. ഇപ്പൊ ഷെന്നിനെ കാണിക്കാണ്. ഷെൻ ആ നഖം എടുത്ത് തന്റെ വാളിനോട് ചേർത്ത് ആ വാൾ ഉപയോഗിച്ച് അവിടെ ഒരുപാട് വലിയ പോർട്ടലുകൾ ഉണ്ടാക്കിയതും അതിന്റെ ഉള്ളിലൂടെ ഡ്രാഗൺ പാലസിൽ ഉണ്ടായിരുന്ന മോൺസ്റ്റേഴ്സ് എല്ലാം പുറത്തേക്ക് വരുന്നു. എന്നാൽ ആ സമയത്തും ആ മോൺസ്റ്റേഴ്സ് എല്ലാം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവർ പുറത്തേക്ക് വന്നാലും എങ്ങോട്ടും രക്ഷപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. സ്രാവിന്റെ തലയുള്ള മോൺസ്റ്റർ നേഷയുടെ അമ്മയുമായി ഫൈറ്റ് ചെയ്യുന്നു. 6 കൈകളുള്ള നീരാളി മോൺസ്റ്റർ നേഷയുടെ അച്ഛനുമായി ഫൈറ്റ് ചെയ്യുന്നു. കടലിനടിയിലൂടെ വന്ന രാക്ഷസ ആമകൾ അവരുടെ കപ്പലുകൾ തകർക്കുന്നു. ഈ സമയം ഷെൻ നോക്കിയതും ഒരു സ്ഥലത്ത് നിന്ന് വെളിച്ചം വരുന്നത് കണ്ട് അവിടെ ചെന്നതും എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന തായിനെ കാണുന്നു. ഷെൻ തന്റെ ആയുധം ഉപയോഗിച്ച് തായിനെ ആക്രമിക്കുന്നു. എന്നാൽ തായിയുടെ സംരക്ഷണ കവചം വളരെയധികം ശക്തിയേറിയതായിരുന്നു. അതുകൊണ്ട് പോർട്ടൽ വഴി പുറത്തു വന്ന ഡ്രാഗൺ കിങ്ങിന്റെ സഹോദരങ്ങൾ തന്റെ പവർ ഉപയോഗിച്ച് ആ ശക്തിയേറിയ കവചത്തെ ആക്രമിക്കുന്നു. സമയം ആവോബി പെട്ടെന്ന് തന്നെ പുറത്തു വന്ന് തന്റെ ശക്തി ഉപയോഗിച്ച് അവരെ തടയുന്നു. ഈ സമയം തന്നെ പാലസിൽ നിന്ന് പുറത്തു വന്ന ഡ്രാഗൺ കിങ് ഓടി വന്നിട്ട് മോനെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ ആവശ്യപ്പെട്ട കാര്യം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. സാരമില്ല മോനെ, ഞാൻ ആ നരകത്തിൽ കിടന്നാലും കുഴപ്പമില്ല, എനിക്ക് നീ കൂടെ ഉണ്ടായാൽ മതി. ഈ സമയം ശരീരം പൂർണ്ണമായും പാകമായ നേഷ പുറത്തേക്ക് വന്ന് എന്താ ഇവന് പറ്റിയേ? ഇവിടെ എന്താ സംഭവിച്ചേ? നീ എന്തായി പറയണേ? അവനിപ്പോൾ ജനിച്ചു വീണ ഒരു കുട്ടിയെ പോലെയാണ്. അപ്പോൾ ഇത്ര വലിയ ശക്തി അവൻ ഒറ്റയ്ക്ക് നേരിട്ടാലോ? എന്താ സംഭവിക്കുക? അവന്റെ ശരീരം അത് താങ്ങാൻ അവതെ നശിച്ചു പോകും. ആ മാന്ത്രിക താമരയാണെങ്കിൽ ഉണങ്ങിപ്പോയത് കൊണ്ട് തന്നെ ഇനി പുതിയൊരു ശരീരം നിർമ്മിക്കാനും കഴിയില്ല. സാരമില്ല, ഞാൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമായി ഞാൻ ഈ ശിക്ഷ ഏറ്റുകൊള്ളാം. അങ്ങനെയൊന്ന് പറയരുത്. എന്ത് വില കൊടുത്തും ഞാൻ നിന്നെ രക്ഷിക്കും. താൻ എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം, കേട്ടല്ലോ? എടാ നിൽക്കുക, ഞാൻ പറയട്ടെ. പുതിയൊരു ശരീരം ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു മന്ത്രജലം ആവശ്യമാണ്. എന്നാൽ അതിരിക്കുന്നതോ ലെവൽ 12 ഗോഡുകളിൽ ഒരാളായിട്ടുള്ള യൂസോയുടെ പാലസിലാണ്. അതെടുത്താൽ മാത്രമേ ഇവന് പുതിയൊരു ബോഡി നമുക്ക് ഉണ്ടാക്കാൻ കഴിയൂ. അതുവരെ ആവോബിയുടെ ആത്മാവ് നിന്റെ ശരീരത്തിൽ ഇരിക്കട്ടെ നേഷ എന്ന് പറഞ്ഞതും ആവോബിയുടെ ആത്മാവ് നേരെ നേഷയുടെ ശരീരത്തിലേക്ക് കയറുന്നു. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. എന്റെ മകൻ ഒരു ആത്മാവായതുകൊണ്ട് തന്നെ അവന് 10 ദിവസത്തിൽ കൂടുതൽ ഈ ഭൂമിയിൽ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ എന്റെ മകന് ഒരു പുതിയ ശരീരം നിങ്ങൾ നിർമ്മിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ നാട് തന്നെ ഞാൻ നശിപ്പിക്കും. അതിന് ഒരേ ഒരു വഴിയുള്ളൂ. യൂസോയുടെ പാലസിൽ വെച്ച് നടത്തുന്ന ദൈവമാകാനുള്ള മത്സരത്തിൽ നേഷയെ പങ്കെടുപ്പിച്ച് നേഷ വിജയിച്ചാൽ അതിന് സമ്മാനമായി നമുക്ക് ആ മാന്ത്രിക ജലം ചോദിച്ചു മേടിക്കാം. അങ്ങനെ ശരിയാവും. നേഷയ്ക്കുള്ളിലുള്ളത് ഒരു ദുഷ്ടശക്തിയുടെ പവറാണ്. അത് ആ ദൈവങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും കഴിയും. അതിനും ഒരു വഴിയുണ്ട്. നേഷയുടെ ശക്തി മാത്രമാണ് അങ്ങനെ. ശരീരം ഒരു മനുഷ്യന്റേതാണ്. അതുകൊണ്ട് നേഷ തന്റെ ശക്തി പുറത്തെടുക്കാതിരുന്നാൽ തന്നെ ദൈവങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയില്ല. ഉടനെ ഡ്രാഗൺ കിങ്, നേഷ, തായ്, പിന്നെ ഈ പന്നി, ഇവരല്ലാതെ ഒരാൾ പോലും ഇവിടെ വിട്ട് പുറത്തു പോകാൻ പാടില്ല. ഷെൻ നിന്നോടാണ്. എനിക്ക് എൻ്റെ സഹോദരങ്ങളിൽ വിശ്വാസമില്ല. അതുമാത്രമല്ല എനിക്കിങ്ങനെ അധികം നേരം പുറത്തു വന്ന് നിൽക്കാനും കഴിയില്ല. അതുകൊണ്ട് ഇനി മുതൽ എല്ലാം നോക്കേണ്ടത് നീയാണ് എന്ന് പറഞ്ഞ് ഡ്രാഗൺ കിങ് തിരിച്ച് പാലസിലേക്ക് പോകുന്നു. തായും നേഷയും യൂസോയുടെ പാലസിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാകുന്നു. മോനെ നേഷ, നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. അതിനു മുമ്പ് അമ്മയ്ക്കൊരു ഹഗ് താ. എന്നാൽ നേഷ അമ്മയ്ക്കൊരു ഹഗ് പോലും കൊടുക്കാതെ അവിടെ നിന്നും പോകുന്നു. ഈ സമയം തായി നേഷയുടെ അമ്മ കൊടുത്തുവിട്ട് ഭക്ഷണമെല്ലാം ഒറ്റയ്ക്കടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എടാ നീ എന്താടാ നിന്റെ അമ്മ ഹഗ് ചോദിച്ചിട്ട് അതുപോലും കൊടുക്കാണ്ടിങ്ങ് പോന്നേ? അതെനിക്ക് ക്രിഞ്ചായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. ഇപ്പോൾ തായി ആവോബിനെ നേഷയുടെ ശരീരം കൺട്രോൾ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. എന്നാൽ രണ്ടുപേർക്കും ഒരേ സമയം തന്നെ ഒരു ശരീരം കൺട്രോൾ ചെയ്യാൻ വേണ്ടി കഴിയാത്തതുകൊണ്ട് ഒരു മരുന്ന് കൊടുത്തിട്ട് ഇത് കഴിച്ചാൽ നീ ഉറങ്ങുകയും അപ്പോൾ ആവോബിക്ക് നിന്റെ ശരീരം കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നു. അങ്ങനെയാണോ? അത് കൊള്ളാലോ എന്ന് പറഞ്ഞ് നേഷ ആ മരുന്ന് മൊത്തം വായിലേക്ക് ഇട്ടതും നേഷ ഉറങ്ങുകയും ആവോബി പുറത്തേക്ക് വരികയും ചെയ്യുന്നു. തായി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതൊന്നും കുഴപ്പമില്ല. എന്തായാലും നീ പുറത്തു വന്നില്ലേ, നമുക്കിപ്പോൾ പരിശീലനം തുടങ്ങാം. നീ നിന്റെ സർവ്വശക്തിയും എടുത്ത് എന്നോട് ഫൈറ്റ് ചെയ്യ്.
നമ്മളിപ്പോൾ യൂസോയുടെ പാലസിലേക്ക് കടക്കാൻ പോവാണ്. യൂസോ എന്ന് പറയുന്നത് ഒരു 12ാം ലെവൽ ഗോഡാണ്. അതുപോലെ ഇതാണ് യൂസോയുടെ പാലസ്. ഡീമൺസിനെ തേടി കണ്ടുപിടിച്ച് കൊല്ലുക എന്നുള്ളതാണ് ഇവിടെയുള്ളവരുടെ ജോലി. ഇയാളാണ് പ്രധാന ഡീമൺ ഹണ്ടർ വൂലിയാങ്. അങ്ങനെ അവർ യൂസോനെ കാണുന്നു. വരണം തായി, കുറെ നാളായില്ല കണ്ടിട്ട്. അത് കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു, അതാ വരാഞ്ഞ്. പിന്നെ ഇതാണ് നേഷ. ആ നല്ല ശക്തി ഉള്ളത് ഇവന്റെ ഉള്ളിലാണ്. അത് ശരി, ചെറുക്കനെ കണ്ടിട്ട് നല്ല അടക്കവും ഒതുക്കവും ഉള്ളവനാന്ന് തോന്നുന്നല്ലോ. ഈ സമയം പെട്ടെന്ന് നേഷ ഉണരുന്നു. താൻ എവിടെയാണ് ഉള്ളതെന്ന് പോലും നോക്കാതെ അടുത്തുള്ള കുളത്തിലേക്ക് നേരെ ചെന്ന് മൂത്രമൊഴിക്കാൻ നോക്കുന്നു. തായി ഓടി ചെന്നിട്ട്, എടാ മണ്ട, നീ എന്തേ കാണിക്കുന്നേ? അപ്പോൾ യൂസോ അത് സാരമില്ല എന്ന് പറഞ്ഞ് അവന് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡിയുടെ കൂടെ അവനെ പറഞ്ഞു വിടുന്നു. എന്റെ അമ്മോ, എന്ത് വലിയ കൊട്ടാരാ! ഇതെന്തുകൊണ്ട് നിർമ്മിച്ചതാ? ഇതെന്താ ഈ കളറിലിരിക്കുന്നേ? ചെവി വേദന എടുക്കുന്നു, ഒന്നും മിണ്ടാതിരിക്കാവോ? ഇതൊക്കെ പണിയാൻ വേണ്ടി ഒരുപാട് കാശായി കാണുമല്ലേ? ഈ കാശൊക്കെ എവിടുന്ന് കിട്ടി? അടിച്ചു മാറ്റിയിരിക്കല്ലേ? ഇവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ, ഇനി തന്നെ പോയി ബാത്റൂം കണ്ടുപിടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. നേഷയാണെങ്കിൽ വഴി തെറ്റിപ്പോയി എതിലേക്കോ പോയി അവസാനം ഒരു വിധത്തിൽ ബാത്റൂം കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഒരു പച്ച കളറുള്ള ക്ലോസറ്റിൽ കാര്യം സാധിച്ചിട്ട് തിരിച്ചു വരുന്നു. ഇത് ഇവിടുത്തെ വിലമതിക്കാനാവാത്ത ജലമാണ്. നേഷ നോക്കുമ്പോൾ അവൻ മൂത്രം ഒഴിച്ചു വെച്ച അതേ പച്ച കളറുള്ള തൊട്ടി. എടാ നീ എന്താണ് ഈ കാണിക്കുന്നേ? അത് ഞാൻ അതിൻ്റെ അകത്താ കാര്യം സാധിച്ചേ. ഇപ്പോൾ ഷെന്നിനെ കാണിക്കുകയാണ്. അവൻ സ്വയം ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നേഷയുടെ അച്ഛൻ വന്നിട്ട്, ഞങ്ങൾ പുറത്തു പോയിക്കോട്ടെ, വേറൊന്നിനുമല്ല, ഞങ്ങളുടെ ഒരുപാട് സൈനികർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, അവർക്ക് വേണ്ട മരുന്നുകളൊക്കെ മേടിക്കാനാണ് പോകുന്നതെന്ന് പറയുന്നു. എന്നാൽ ഷെന്നാണെങ്കിൽ അതിന് സമ്മതിക്കുന്നുമില്ല. ആ സമയത്തായിരുന്നു ഷെന്നിന്റെ സഹോദരൻ ഷെന്നിനെ കാണുവാൻ വേണ്ടി വന്നത്. ചേട്ടൻ വീട്ടിൽ നിന്ന് പോയി പിന്നെ ഞങ്ങളെ കാണാൻ വന്നിട്ടേ ഇല്ലല്ലോ. അച്ഛൻ എന്തെടുക്കുന്നു? അച്ഛൻ നന്നായിട്ടിരിക്കുന്നു. ചേട്ടൻ ദൈവമായി പിന്നെ അച്ഛനെ കാണാൻ വന്നിട്ടേ ഇല്ലല്ലോ. ശരിക്കും ഷെന്നും ഒരു മോൺസ്റ്റർ ഇനത്തിൽപ്പെട്ട ഒരാളാണ്. ശരിക്കും ഷെന്നിന്റെ അച്ഛനാണ് അവന്റെ രൂപമെല്ലാം മാറ്റി ദൈവമാകാനുള്ള മത്സരത്തിലേക്ക് അയച്ച് അവനെ ദൈവമാക്കിയത്. സ്വർഗത്തിലുള്ള ദൈവങ്ങൾക്ക് പോലും ഷെൻ ഒരു മോൺസ്റ്റർ ആണ് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ചേട്ടൻ എന്താ ഇവിടെ ചെയ്യുന്നേ? ഈ മോൺസ്റ്റേഴ്സിനൊക്കെ എതിർത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടൻ ഇവരെ സഹായിക്കുകയായിരുന്നല്ലേ? ഷെൻ ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ പെട്ടെന്ന് ലീജിങ് ഇടയ്ക്ക് കയറി, അതേ മോനെ, നിന്റെ ചേട്ടനാണ് ഈ മോൺസ്റ്റേഴ്സിനൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സഹായിച്ചത് എന്ന് പറഞ്ഞതും ഷെന്നിന് അത് കേട്ടിട്ട് ചെറിയൊരു പശ്ചാത്തലം തോന്നുകയാണ്. എന്നിട്ട് നീ ഇപ്പൊ പോ, നിന്നെ ഞാൻ വേറൊരു ദിവസം വന്ന് കാണാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടിട്ട് ലിയോട് നീ എന്തിനാണ് അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചതും, അത് അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, അതുകൊണ്ട് അവനെ സങ്കടപ്പെടുത്തേണ്ടാന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങിയതും, നിനക്ക് എന്തൊക്കെ മരുന്നുകൾ വേണമെന്ന ഒരു ലിസ്റ്റ് തരുവാണെങ്കിൽ അത് ഞങ്ങളുടെ ആളുകൾ പോയി മേടിച്ചുകൊണ്ട് വരും. ഇപ്പോൾ നേഷയെ കാണിക്കുകയാണ്. അവൻ ദൈവമാകാനുള്ള മത്സരത്തിന്റെ ആദ്യത്തെ ലെവലായിട്ടുള്ള മെർമെറ്റ് എന്ന പേരുള്ള ഈ മോൺസ്റ്റേഴ്സിനെ പിടിക്കാനുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നേഷ ആ മരുന്ന് കഴിച്ച് ആവോബിനെ പുറത്തു കൊണ്ടുവരുന്നു. ആവോബി ഇറങ്ങി ചെന്ന് പണി തുടങ്ങിയതും ആ മരുന്നിന്റെ ശക്തി പോയി നേഷ പുറത്തേക്ക് വരുന്നു. എന്നാൽ നേഷയ്ക്ക് പവർ ഉപയോഗിക്കാൻ കഴിയാത്ത കാരണം അവിടെ നിന്ന് അടി കൊള്ളുന്നു. ആ മരുന്നാണെങ്കിൽ തെറിച്ചു പോയി ഒരു പാത്രത്തിലും വീഴുന്നു. നേഷയാണെങ്കിൽ മറിച്ചൊന്നും ചിന്തിക്കാതെ ആ മരുന്ന് കലർന്ന ആ ഒരു ഭക്ഷണം അപ്പാടെ അകത്താക്കുന്നു. അപ്പോൾ ആവോബി പുറത്തു വരികയും ആദ്യം തന്നെ അവരുടെ രാജാവിനെ അടിച്ച് നിലംപരിശാക്കുന്നു. ഇനി ആരടാ വരുന്നതെന്ന് ആവോബി ചോദിച്ചതും, ഞങ്ങളുടെ രാജാവിനെ തല്ലുന്നോടാന്ന് പറഞ്ഞ് ഒരുത്തും വരുന്നു. എന്നാൽ വീണ്ടും ആ മരുന്നിന്റെ ശക്തി പോയി നേഷ പുറത്തേക്ക് വരുന്നു. പുറത്തു വന്ന നേഷയാണെങ്കിൽ വീണ്ടും നിന്ന് അടി മേടിക്കുകയാണ്. അങ്ങനെ അടി മേടിച്ച് ഒരു ഘട്ടത്തിൽ അവൻ ശരിക്കും ബോധം കെട്ടുപോകുന്നു. നേഷ മയങ്ങിപ്പോയതുകൊണ്ട് തന്നെ ആവോബി വീണ്ടും നേഷയുടെ ശരീരം കൺട്രോളിലെടുത്ത് അടിച്ച് അവന്റെ ഊപ്പാട് തീർക്കുന്നു. ബാക്കിയുള്ള മെർമൈഡ്സ് ഒക്കെ ഓടി രക്ഷപ്പെടാൻ നോക്കിയതും മോൺസ്റ്റർ ഹണ്ടറിന്റെ ആർമി വന്ന് അവരെ പിടിക്കുന്നു. അങ്ങനെ നേഷ ആദ്യത്തെ ലെവൽ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ രാത്രിയായതും യൂസഫ് 12ാം ലെവലിലെ ദൈവങ്ങളുടെ ഒരു മീറ്റിംഗ് നടത്തുമായിരുന്നു. ഇനി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ ദൈവങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം വരാൻ പോവുകയാണ്. യുദ്ധത്തിൽ ജയിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ശക്തികൾ ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ മരുന്നുണ്ടാക്കിയത്. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ശക്തികൾ ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് സൃഷ്ടിച്ചത്? ഞാൻ എന്റെ സ്വന്തം ശക്തികൾ ഉപയോഗിച്ചാണ് ഇത് സൃഷ്ടിച്ചത് എന്ന് യൂസഫ് പറയുന്നു. ആ മീറ്റിംഗിൽ നേഷയുടെ 2 സഹോദരങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അവർ നേഷ അവിടെ ഉള്ള കാര്യം അറിയുകയും നേഷയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടതും നേഷ അവിടെ ചെന്ന് സംസാരിക്കുകയും ചെയ്യുന്നു. സംസാരിച്ച് തിരിച്ചു വന്ന നേഷ ഒറ്റയ്ക്കിരുന്ന് കരയാണ്. നീ കരയാണ് നേഷ? അല്ല, പക്ഷെ എനിക്കൊരു സംശയം. എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനൊരു വിരൂപിയായി സൃഷ്ടിച്ചത്? ഇനി ഞാനൊരു രാക്ഷസനായി ജീവിക്കാനാണോ എൻ്റെ വിധി? നീ എന്താ ഇങ്ങനെ? നിന്റെ അമ്മ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? നീ ഒരു രാക്ഷസനായി ജീവിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അതെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു ദൈവമായി മാറും. ഇതാണ് എൻ്റെ ലക്ഷ്യം. അങ്ങനെ പിറ്റേ ദിവസം നേഷ 2ാമത്തെ ലെവൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു വെള്ളച്ചാട്ടത്തിന് കീഴെ കുറച്ച് മോൺസ്റ്റർ ഇനത്തിൽപ്പെട്ടവർ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരെ ട്രെയിൻ ചെയ്യുന്നതോ ഒരു മാസ്റ്റർ. അത് വേറെ ആരുമല്ല, നമ്മുടെ ഷെന്നിന്റെ അച്ഛനായിരുന്നു. നേഷ മാസ്റ്ററിന്റെ അടുത്ത് ചെന്നിട്ട്, എന്റെ പേര് നേഷ, എന്റെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളോട് ഫൈറ്റ് ചെയ്ത് നിങ്ങളെ തോപ്പിക്കുക എന്നതാണ്. നീയാണ് എന്നോട് ഫൈറ്റ് ചെയ്യുന്നത്. അത് കൊള്ളാലോ. എന്റെ രൂപം കൊണ്ട് വിലയിരുത്തണ്ട, ഞാൻ ആരാന്ന് ഇപ്പൊ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നേഷ മരുന്ന് കഴിച്ച് ആവോബിനെ പുറത്ത് കൊണ്ടുവന്ന് ആ മാസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ആവോബി ആണെങ്കിൽ മുളങ്കൊമ്പിലൂടെ ചാടി നല്ല രീതിയിൽ തന്നെ ടഫ് കൊടുത്ത് ഫൈറ്റ് ചെയ്യുന്നു. മാസ്റ്റർ ആണെങ്കിൽ തന്റെ മുഴുവൻ പവറും എടുത്ത് അതിവേഗത്തിൽ ആവോബിനെ അറ്റാക്ക് ചെയ്യുന്നു.
അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഒരു ഘട്ടത്തിൽ വെള്ളത്തിനുള്ളിൽ പോയതും എടാ ചെറുക്ക നിനക്കറിയാവോ വെള്ളത്തിലാണെങ്കിൽ എനിക്ക് ഇനിയും ശക്തി കൂടും എന്ന് പറഞ്ഞ അയാൾ മുമ്പത്തെക്കാളും ഇരട്ടി വേഗത്തിൽ ആവോബിനെ ആക്രമിക്കുന്നു. ആവോബി ആണെങ്കിൽ പെട്ടെന്ന് വെള്ളം മൊത്തം ഐസാക്കി മാറ്റുന്നു. മാസ്റ്റർ ആണെങ്കിൽ എന്തോ ഒരു മന്ത്രം ചൊല്ലി ആകാശത്തേക്ക് ഒരു ഫോഴ്സ് അയക്കുന്നു. നടന്നു വന്നുകൊണ്ടിരുന്ന ഷെന്നിന്റെ അനിയൻ ആകാശത്ത് വെളിച്ചം കണ്ടതും തന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ഓർത്ത് വേഗത്തിൽ ഓടിപ്പോകുന്നു. ആകാശത്ത് കാർമേഘം വന്ന് മഴ പെയ്യാൻ തുടങ്ങുന്നു. മഴ പെയ്തതും മാസ്റ്ററിന്റെ ശക്തി കൂടി ആവോബിനെ വീണ്ടും ആക്രമിക്കുന്നു. ഒരു ഘട്ടത്തിൽ മാസ്റ്റർ ആവോബിനെ പിടിച്ചതും അവൻ മാസ്റ്ററിന്റെ കൈ ഫ്രീസ് ചെയ്തതും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാസ്റ്റർ സ്വയം തന്റെ കൈ വെട്ടിമാറ്റുന്നു. മാസ്റ്ററിന്റെ മകൻ അവിടേക്ക് വന്നതും തന്റെ കൈയില്ലാത്ത അച്ഛനെ കണ്ട് അവിടെ ഉള്ളവരെല്ലാം അവൻ ആക്രമിക്കാൻ തുടങ്ങുന്നു. തന്റെ അച്ഛന്റെ കൈയുമായി നിൽക്കുന്ന നേഷയെ അവൻ ആക്രമിക്കാൻ വേണ്ടി വന്നതും വോ ലിയാങ് അവന്റെ നേരെ അമ്പെയ്യുന്നു. മകനെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ കുറുകെ വന്നതും രണ്ടുപേർക്കും അമ്പ് കൊള്ളുന്നു. അച്ഛൻ തന്റെ പവർ ഉപയോഗിച്ച് അവനെ രക്ഷിക്കുന്നു. രണ്ട് ദേഷ്യം കയറിയ വോ ലിയാങ് തന്റെ മുഴുവൻ പവറും എടുത്ത് നൂറുകണക്കിന് അമ്പുകൾ അവർക്ക് നേരെ അയക്കുന്നു. ഇതിൽ പരിക്കേറ്റ അച്ഛൻ തന്റെ മകനോട് നീയെങ്കിലും രക്ഷപ്പെട്, പറഞ്ഞത് കേട്ടില്ലേ പോ എന്ന് പറഞ്ഞ് അവനെ ഒരു വിധത്തിൽ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. ഈ സമയം മരുന്ന് മേടിച്ചു കൊടുത്തതിന്റെ പ്രായശ്ചിത്തമായിട്ട് ലീജിങ് ഷെന്നിനെ ഒരു വിരുന്നിന് വിളിക്കുന്നു. ഷെന്നും പണ്ടത്തെ പോലെ അല്ലാതെ നല്ല രീതിയിൽ തന്നെ അവരോട് സഹകരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമയത്തായിരുന്നു അമ്പ് കൊണ്ട് പരിക്കേറ്റ് കിടന്ന തന്റെ അനിയനെ കാവൽക്കാർ എടുത്തുകൊണ്ട് വരുന്നത് ഷെൻ കാണുന്നത്. മോനെ നിനക്കെന്ത് പറ്റി? നമ്മുടെ സ്ഥലം ആ ദൈവങ്ങൾ ആക്രമിച്ചു, നമ്മുടെ അച്ഛനെയും ആ നേഷ നമ്മുടെ അച്ഛന്റെ കൈ അറുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവൻ മരിച്ചു പോവുകയാണ്. ഇത് കണ്ട ഷെന്നാണെങ്കിൽ സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റാതെ ഇന്ന് ഞാൻ ഒരുത്തിനെ ജീവനോടെ വിടില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നോക്കുന്നു. എന്നാൽ ഇതൊന്നും അറിയാത്ത നേഷ പാലസിലെത്തിയതും രണ്ടാം ഘട്ട പരീക്ഷ വിജയിച്ച നിനക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ നേഷ. അവസാന ഘട്ടമായിട്ടുള്ള 3-ാം ഘട്ട പരീക്ഷ 2 ദിവസത്തിനുള്ളിൽ നടത്തുന്നതായിരിക്കും. ഞാൻ മടുത്തിട്ടൊന്നുമില്ല, വേണമെങ്കിൽ ഇന്ന് തന്നെ എനിക്കത് തന്നു. എന്തായാലും ഞാൻ റെഡിയാണ്. ശരി എങ്കിൽ നീ അടുത്തായി പിടിക്കേണ്ടത് ലീജി എന്നു പേരുള്ള ഒരു മലരാക്ഷസിയാണ്. ഇതേ സമയം തന്നെ ഒരു കാവലാൾ ഓടി വന്നിട്ട് ലീജിങ്ങിന്റെ രാജ്യത്തിന് എന്തോ ഒരു അപകടം സംഭവിച്ചു എന്ന് പറയുന്നു. ഇത് കേട്ട് പേടിച്ചു പോയ നേഷ ഉടനെ തന്നെ അവിടെ എത്തിയതും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ആ ഒരു നാട് മുഴുവൻ ലാവയാൽ മൂടപ്പെട്ട് നശിച്ചു പോയിരിക്കുന്നതാണ്. നിലത്ത് കിടക്കുന്ന തന്റെ അമ്മയുടെ കിരീടം എടുത്തിട്ട് തന്റെ അമ്മയും അച്ഛനും മരിച്ചുപോയി എന്നോർത്ത് അവൻ സങ്കടപ്പെടുന്നു. ഇത് കണ്ടോ, ഇതൊരു ഡ്രാഗന്റെ കാൽപ്പാടാണ്. അതെങ്ങനെ സംഭവിക്കും? ഡ്രാഗനൊക്കെ ഡ്രാഗൻ പാലസിന്റെ ഉള്ളിലാണ്, അവർക്ക് അവിടെ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. എന്നാൽ ഡ്രാഗൻ കിങ്ങിന്റെ സഹോദരിക്ക് തന്റെ നഖങ്ങൾ ഉപയോഗിച്ച് പോർട്ടൽ ഉണ്ടാക്കി അതുവഴി പുറത്തു കടക്കാനുള്ള പവർ ഉണ്ട്. ചിലപ്പോൾ അങ്ങനെ അവർ പുറത്തു കടന്നായിരിക്കാം ഇതൊക്കെ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ ഡ്രാഗൻ ഇനത്തെ മൊത്തം നശിപ്പിക്കണം. അതിനുശേഷം മാത്രം സുപ്രീം ലോർഡിനെ അറിയിച്ചാൽ മതി. ഇതെല്ലാം കേട്ട് ദേഷ്യം വന്ന നേഷ ഉടനെ തന്നെ അവിടെ നിന്ന് പോകുന്നു. നേരെ പോകുന്നത് ആ മരരാക്ഷസിയെ പിടിക്കാനാണ്. കാരണം അവന്റെ ആ 3-ാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആവോബിക്ക് അവന്റെ ശരീരം ലഭിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. നേഷ, എന്റെ അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, എന്നെ ആദ്യം അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോ, ഞാൻ അച്ഛനോട് സംസാരിക്കാം. നീ സംസാരിച്ചുകൊണ്ട് മാത്രം എന്റെ അച്ഛനും അമ്മയും തിരിച്ചു വരുമോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മലരാക്ഷസിയെ പിടിക്കാനായിട്ട് നേഷ അതിവേഗത്തിൽ പറന്നു പോകുന്നു. ഇതോടെ നേഷ 2 പാർട്ട് 1 വീഡിയോ അവസാനിക്കുകയാണ്. പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതിനുമുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട് 2 വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം.